എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ പറയുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാലോ, ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇൻ്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്. കേരളത്തിലെ നമ്പർ 1 ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഞാൻ എങ്ങനെയാണ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നമ്പർ 1 ആക്കിയത്, അല്ലെങ്കിൽ എന്തായിരുന്നു എൻ്റെ അപ്രോച്ച്, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്ട്രാറ്റജി നിങ്ങളുടെ ബിസിനസ്സിലും അപ്ലൈ ചെയ്യാം. എങ്ങനെ നിങ്ങളുടെ ബിസിനസ് നമ്പർ 1 ആക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെ നമ്പർ 1 ആക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷനാണ്, അല്ലെങ്കിൽ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാലോ, ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇൻ്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്. ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചെയ്തത് ആദ്യം തന്നെ കേരളത്തിലുള്ള എല്ലാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും എടുത്തു. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിലുള്ള ടോപ്പ് 10 ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ എടുത്തു നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമാണ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്പർ 1 ആക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്പർ 1 ആക്കണമെന്നൊക്കെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ കേരളത്തിലുള്ള ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്തപ്പോൾ ആദ്യം തന്നെ ഒരു ഏറ്റവും നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്തു. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് തോന്നിയൊരു കാര്യം, പല കീവേഡുകളും സെർച്ച് ചെയ്യുമ്പോൾ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഫസ്റ്റ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ SEO ട്രെയിനിങ് കേരള, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള എന്നൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫസ്റ്റ് വരും. അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കൊച്ചി എന്നൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഫസ്റ്റ് വന്നുകൊണ്ടിരുന്നത്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്പർ 1 ആക്കണമെങ്കിൽ ആദ്യം തന്നെ ഈ പറയുന്ന കീവേഡുകൾക്ക് എൻ്റെ വെബ്സൈറ്റ് ഫസ്റ്റ് വരണമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരുപാട് എഫേർട്ടൊക്കെ എടുത്ത് SEO ഒക്കെ ചെയ്ത് എൻ്റെ ഇൻ്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് ഞാൻ ഫസ്റ്റ് വരുത്തി. നിങ്ങളിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള അല്ലെങ്കിൽ SEO ട്രെയിനിങ് കൊച്ചി കേരള എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ് ആണ് SEOയിൽ ഫസ്റ്റ് കിടക്കണത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ മേഖല ഞാൻ നമ്പർ 1 ആക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലവരും ഇവിടെ സോഷ്യൽ മീഡിയ പലവരുടെ ഞാൻ നോക്കി, എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും. അപ്പോൾ ചിലവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ 2000 ഫോളോവർ ഉണ്ട്, ചിലവർക്ക് ഫേസ്ബുക്കിൽ 3000 ഫോളോവർ ഉണ്ട്, ചിലവർക്ക് ലിങ്ക്ഡിനിൽ 500 ഫോളോവറൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ആലോചിച്ചു, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്പർ 1 ആക്കണമെങ്കിൽ സോഷ്യൽ മീഡിയയിലും എല്ലാത്തിലും എനിക്കായിരിക്കണം ഏറ്റവും കൂടുതൽ ഫോളോവർ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവർ വരുത്തി. എനിക്ക് ഒരു മോർ ദാൻ 10,000 ഫോളോവർ ഉണ്ട്. അതേപോലെ തന്നെ ലിങ്ക്ഡിനിൽ എനിക്ക് ഒരു മോർ ദാൻ 2,000 ഫോളോവർ ഉണ്ട്. ഫേസ്ബുക്കിൽ മോർ ദാൻ 10,000 ഫോളോവർ ഉണ്ട് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ മേഖലയും ഞാൻ നമ്പർ 1 ആക്കി. അപ്പോൾ ഞാൻ SEOയിൽ നമ്പർ 1 ആയി, സോഷ്യൽ മീഡിയയിൽ നമ്പർ 1 ആയി. അതേപോലെ തന്നെ ഞാൻ ഗൂഗിൾ ആഡ് ചെയ്യാറുണ്ട്. ഏത് കീവേഡ് സെർച്ച് ചെയ്താലും ഗൂഗിൾ ആഡിൽ എൻ്റെ സൈറ്റ് ഫസ്റ്റ് വരായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഗൂഗിൾ ആഡിൽ ഞാൻ ഫസ്റ്റായി. അതേപോലെ തന്നെ SEOയിൽ ഫസ്റ്റായി. അതേപോലെ തന്നെ ഞാൻ ഒട്ടുമിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയും നോക്കിക്കഴിഞ്ഞപ്പോൾ അവർക്ക് അത്യാവശ്യം റിവ്യൂസ് ഉണ്ട് ഗൂഗിളിൽ. 200, 300, 100 റിവ്യൂസൊക്കെ ഉണ്ട്. എനിക്കറിയാം, റിവ്യൂസ് കൂട്ടണമെങ്കിൽ നമ്മൾ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കണം, അവരെ നമ്മൾ ഹാപ്പി ആക്കണം, എന്നാൽ മാത്രമാണ് നമ്മൾ റിവ്യൂസ് ഇടുള്ളൂ. ഞാൻ അങ്ങനെ ചെയ്ത് ഇപ്പോൾ 1300ഓളം റിവ്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ റിവ്യൂസിൽ ഏറ്റവും കൂടുതൽ റിവ്യൂസ് എനിക്കാണ്. SEOയിൽ ഞാനാണ് ടോപ്പ്, ഗൂഗിൾ ആഡിൽ ഞാനാണ്, സോഷ്യൽ മീഡിയയിൽ ഞാനാണ്. അങ്ങനെ അപ്പോൾ അപ്പോൾ നമ്മളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് എന്താ, ബേസിക്കലി ഗൂഗിൾ ആഡ് എങ്ങനെ ചെയ്യാം, SEO എങ്ങനെ ചെയ്യാം, ഫേസ്ബുക്ക് എങ്ങനെ ചെയ്യാം, ഇതൊക്കെയാണല്ലോ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഇതിൽ നമ്പർ 1 ആയിരിക്കണം, അല്ലെങ്കിൽ അവരെങ്ങനെ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യണം. അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്പർ 1 അല്ല, അതിൻ്റെ അർത്ഥം ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫ്രോഡാണ് അല്ലെങ്കിൽ ഫേക്ക് ആണെന്നാണ് അർത്ഥം. ഓക്കെ, അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു ജോബ് സൈറ്റ് ഉണ്ട്. അതായത് ഇൻ്റർനെറ്റ് ILTjobs.com എന്ന് പറയും. അതായത് ഇങ്ങനത്തെ ഒരു ജോബ് സൈറ്റ് ലോകത്ത് തന്നെ ഇല്ല. എൻ്റെ ജോബ് സൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ജോബ് മാത്രമേ ഉള്ളൂ. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ജോബ് മാത്രമുള്ള ഒരു സൈറ്റ് തന്നെ ലോകത്തില്ല. എക്സ്ക്ലൂസീവ് ജോബ് സൈറ്റ് ഫോർ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ്. അപ്പോൾ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് ഇല്ലാത്ത ഒരു പുതിയ ഫീച്ചർ ഞാൻ ആഡ് ഓൺ ചെയ്തു. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ കൊണ്ടുവന്ന ഒരു കാര്യമാണ്
ആപ്പ് എനേബിൾഡ് ലേണിംഗ്, ബൈജൂസിൻ്റെ ഒക്കെ പോലെ ആപ്പ് എനേബിൾഡ് ലേണിംഗ് ഞാൻ കൊണ്ടുവന്നു. ആപ്പ് എനേബിൾഡ് ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആപ്പിലൂടെ പഠിക്കാം. അപ്പോൾ നമ്മുടെ ആപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് പ്ലേ സ്റ്റോറിലുണ്ട്, ആപ്പ് സ്റ്റോറിലുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ ആപ്പ് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ അതും വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കില്ല. അതേപോലെ തന്നെ നമുക്ക് നമ്മുടേതായ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ സ്റ്റുഡൻസിന് ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം വഴി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ റെക്കോർഡർ ക്ലാസ്സുകൾ കിട്ടും. അപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഫോളോവറുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഞാൻ വെട്ടിച്ചു, ഏറ്റവും കൂടുതൽ റിവ്യൂസുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഞാൻ വെട്ടിച്ചു. SEOയിൽ ഞാൻ ടോപ്പിൽ വരുത്തി, ഗൂഗിൾ ആഡിൽ ഞാൻ ടോപ്പിൽ വരുത്തി. അങ്ങനെ അതുപോലെ തന്നെ നമുക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ട്. ചില ഇൻസ്റ്റിറ്റ്യൂട്ടിനാണെങ്കിൽ സ്റ്റഡ് കൗൺസിലിൻ്റെ സർട്ടിഫിക്കേഷനുള്ളൂ, ചിലവർക്കാണെങ്കിൽ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കേഷനാണുള്ളത്. നമുക്ക് സ്റ്റഡും ഉണ്ട്, ജെയിൻ യൂണിവേഴ്സിറ്റിയും ഉണ്ട്. അതേപോലെ നമ്മൾ കൊടുക്കുന്ന എല്ലാവരും ചിലവർ തിയറിറ്റിക്കലും കുറച്ചൊക്കെ, നമ്മളങ്ങനെയല്ല, 100% പ്രാക്ടിക്കലാണ്, ലൈവാണ്, ഓൺലൈനാണ്, എക്സ്പീരിയൻസ്ഡ് ട്രെയിനർമാരാണ് നമ്മുടെ എക്സ്പീരിയൻസ്ഡ്. അതായത് നിങ്ങൾ എപ്പോഴും ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് പ്രൊജക്റ്റ് ചെയ്ത് പരിചയമുള്ള ട്രെയിനർമാരുടെ അടുത്ത് വേണം പഠിക്കാൻ. ക്ലിയർ ആയോ? ഇവിടെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകാരുണ്ട്, അവർ വെറുതെ ട്രെയിനിങ് അറിയുള്ളൂ, അവർക്ക് പ്രാക്ടിക്കലി ഒരു ഗൂഗിൾ ആഡോ സോഷ്യൽ മീഡിയയോ ഫേസ്ബുക്കോ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് പ്രാക്ടിക്കലി മാത്രമാണ് അവർക്ക് അറിയുള്ളൂ. അല്ല, പ്രാക്ടിക്കലി അല്ല, തിയറിറ്റിക്കലി മാത്രമാണ് അവർക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കണം. അപ്പോൾ നമ്മുടെ പ്രാക്ടിക്കലാണ്, ഫുള്ളി പ്രാക്ടിക്കലാണ്. അതേപോലെ തന്നെ നമ്മൾ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്, അതേപോലെ ഗൂഗിളിൻ്റെ സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്കിയെടുത്തത്. അപ്പം നിങ്ങളായാലും എന്ത് ചെയ്യണം? നിങ്ങൾക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്പർ 1 ആക്കാം. അതിന് സമയമെടുക്കും. ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്പർ 1 ആക്കാൻ വേണ്ടി ഓൾമോസ്റ്റ് 1 ഇയർ എടുത്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ? നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഞാൻ നമ്പർ 1 ആക്കി തരാം. അവന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെ കൃത്യം പഠിക്കണം. നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് 5 കോമ്പറ്റീറ്റേഴ്സ് ഇതാണ്, അവർക്ക് ഒരു മാസം ഇത്രയൊക്കെ സ്റ്റുഡൻസ് ഉണ്ട്, അവർ ഇന്ന ഫീച്ചേഴ്സൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ്. അതൊക്കെ നമ്മൾ പഠിച്ച് അവരെക്കാളും ബെറ്റർ ആക്കി ചെയ്ത് നിങ്ങളുടെയും ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഞാൻ നമ്പർ 1 ആക്കി തരാം. കാരണം ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതും ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് വേണ്ടി മാത്രമാണ്. ഓക്കെ, ഞാനിവിടെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയും നമ്പർ 1 ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഉടനെ എൻ്റെ വീഡിയോസിൽ യൂട്യൂബിലൊക്കെ വരുന്നതാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നമ്പർ 1 ആക്കാം, പോസിബിളാണ്. ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നമ്പർ 1 ആക്കിയതുപോലെ. ഓക്കെ, താങ്ക് യു സോ മച്ച്.